ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവരുടെയും വീട്ടുമുറ്റത്തുള്ള തുളസിയുടെ ഇല വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സൂത്രങ്ങളാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്താൽ എത്ര പ്രായമായാലും നിങ്ങളുടെ ഒരു മുടി പോലും നരയ്ക്കത്തില്ല. തുളസിയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ ഒരു വീഡിയോ മൊത്തം പറഞ്ഞാലും തീരത്തില്ല. അത്രയേറെ ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ്. അപ്പോൾ ഓരോ സൂത്രങ്ങളായിട്ട് നമുക്ക് കണ്ടു നോക്കാം. ആദ്യത്തെ ടിപ്പ് ചെയ്യാനായിട്ട് ഞാൻ നല്ലപോലെ ഒരു കൈപ്പിടി അളവിന് തുളസിയില എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇനി നമുക്ക് 2 അല്ലി വെളുത്തുള്ളി കൂടി വേണം. ഇനി ഇതിനെ നമുക്ക് ഒരു ഇടികല്ലിലേക്ക് മാറ്റി ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയുടെയും തുളസിയുടെയും ആ ഒരു ഒറിജിനൽ നീര് തന്നെ വേണം കേട്ടോ. ഇനി ഒരു വൃത്തിയുള്ള തുണിയിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഒരു ചെറിയ കിഴി പോലെ കെട്ടിയിട്ട് നമ്മുടെയൊക്കെ കുട്ടികളുടെ തലയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ പേൻ്റെ ശല്യം പെട്ടെന്ന് മാറിക്കിട്ടും. ചൂടുകാലമാണ്, തലയൊക്കെ വിയർത്ത് അഴുക്കൊക്കെ വന്നിട്ട് പേൻ്റെയൊക്കെ ശല്യം നല്ലപോലെ കൂടുന്നൊരു സമയമാണ്. മാത്രമല്ല വെക്കേഷൻ സമയമായതുകൊണ്ട് തന്നെ പേൻ്റെയൊക്കെ ശല്യമുള്ള കുട്ടികൾക്ക് ഇതുപോലെ ഈ ഒരു നീര് തലയിലേക്കൊന്ന് ഇട്ടിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ ഒരു പേൻ്റെ ശല്യമൊക്കെ മാറിക്കിട്ടും കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ മോളുടെ തലയിൽ ഇങ്ങനെ ഒന്ന് നീരെല്ലാ സ്ഥലത്തും ഒന്ന് ഇട്ടിച്ചു കൊടുത്ത് നല്ലപോലെ മസാജ് ചെയ്ത് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ചീപ്പ് വെച്ചിട്ട് നല്ലപോലെ ചീപ്പി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം ചെയ്ത് നോക്കൂ. പെട്ടെന്ന് തന്നെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. തുളസിയില കൊണ്ടുള്ള അടുത്ത സൂത്രം കണ്ടു നോക്കാം. അതിനായിട്ട് ഒരു കൈപ്പിടി അളവിന് തുളസിയില നല്ലപോലെ കഴുകി വൃത്തിയാക്കിയത് ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ഗ്ലാസോളം വെള്ളം കൂടി എടുത്ത് നല്ലപോലെ നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് വെട്ടി തിളപ്പിച്ച് എടുക്കണം. തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് 1-2 ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പം അതേ നമ്മളെടുത്ത വെള്ളം നല്ലപോലെ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് 1/4 ടേബിൾ സ്പൂണോളം അജ്വനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഓമം കൂടെ തന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഞാൻ വീട്ടിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ്. ഈ ഒരു വെള്ളം വെറും വയറ്റിൽ ആഴ്ചയിൽ 2 ദിവസം നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ ഹോർമോൺ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പെട്ടെന്നൊരു പരിഹാരമാണ്. സ്ത്രീകൾക്കൊക്കെ ഒരു പ്രായം കഴിഞ്ഞാൽ അമിതമായിട്ട് വണ്ണം കൂടുക, ഹോർമോൺ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അലട്ടുക, അങ്ങനെയുള്ളവരൊക്കെ ഇതേ രാത്രിയിൽ ഇതുപോലെ ഒന്ന് തിളപ്പിച്ചിട്ടതിന് ശേഷം രാവിലെ ഇളം ചൂടോടുകൂടി ആഴ്ചയിൽ 2 ദിവസം നിങ്ങൾ കഴിച്ചാൽ മതി. നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അടുത്ത ടിപ്പ് നമ്മൾ മിക്കപ്പോഴും വീട്ടിൽ ചെയ്യുന്ന ഒന്നാണ്. മൂക്കടപ്പും ജലദോഷവും പനിയൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ ഒരു കൈപ്പിടി അളവിന് തുളസി ഇലയും തണ്ടും പൂവും ഒക്കെ കൂടെ ചേർത്തെടുത്ത് നല്ലപോലെ ഒന്ന് ചതച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് 1-2 ഗ്ലാസ് വെള്ളം കൂടെ വെച്ചിട്ട് നല്ലപോലെ ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. പനിയും മൂക്കടപ്പും ഒക്കെ വരുന്ന സമയത്ത് ഏത് പ്രായക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഇത്. നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് വിക്സും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ ആ ഒരു ആവി കൊള്ളുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മൂക്കടപ്പ് വിട്ടുമാറും. നമ്മുടെ നെഞ്ചിലും മൂക്കിലുമൊക്കെ കെട്ടിക്കിടക്കുന്ന കഫവും അഴുക്കും ഒക്കെ പോകാനായിട്ട് രാവിലെയും വൈകിട്ടും 2 പ്രാവശ്യം ചെയ്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും. കൊച്ചു കുട്ടികളൊക്കെയാണ് ഇതുപോലെ ആവി കൊള്ളുന്നതെങ്കിൽ നമ്മൾ മുതിർന്നവർ കൂടെ തന്നെ നിൽക്കണം കേട്ടോ. എനിക്ക് വൈകുന്നേരങ്ങളിൽ ചുക്ക് കാപ്പി കുടിക്കാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ തയ്യാറാക്കുന്ന ഒരു ചുക്ക് കാപ്പിയുടെ പൊടിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതിനായിട്ട് ഒരു കൈപ്പിടി അളവിന് തുളസിയില നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒട്ടും തന്നെ വെള്ളമില്ലാത്ത രീതിയിലാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂണോളം കുരുമുളക്, 2 ടേബിൾ സ്പൂൺ പച്ചമല്ലിയാണ് കേട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം, 2 ഏലയ്ക്ക, 3-4 ഗ്രാമ്പു കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം എടുത്ത തുളസിയിലയുടെ കണക്കിലാണ് കേട്ടോ ബാക്കി ഇൻഗ്രീഡിയൻ്റ് എല്ലാം എടുത്തേക്കുന്നത്. പിന്നെ ഒരു ചെറിയ പീസ് ചുക്കും കൂടെ ചേർത്ത് ഇത് നല്ല പോലെ പൊടിച്ചെടുക്കാം. ഈ ഒരു പൊടി നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കി സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും കേടാകാണ്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു പൊടി ഉപയോഗിച്ചിട്ട് കാപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. വെള്ളം നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ അടുപ്പിച്ച് കോഫിപ്പൊടി, കൂടെ തന്നെ മധുരത്തിനായിട്ട് ഞാനിവിടെ കരിപ്പൊട്ടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്. എല്ലാം ചേർത്ത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിയുമ്പം നമ്മുടെ അടിപൊളി ചുക്ക് കാപ്പി ഇവിടെ റെഡി ആയിട്ട് കിട്ടും കേട്ടോ. തൊണ്ടവേദനയും പനിയും ജലദോഷവും ഒക്കെ ഉള്ള സമയത്ത് ഇതൊന്ന് കുടിച്ചു നോക്കൂ. പെട്ടെന്ന് തന്നെ നല്ലൊരു റിലീഫ് കിട്ടും.
ഇനി ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന തുളസിയില ചേർത്ത് തയ്യാറാക്കുന്ന ഒരു ഹെയർ ഡേ ആണ് കേട്ടോ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നല്ല പോലെ ഒരു കൈപ്പിടി അളവിന് തുളസിയുടെ ഇലയും തണ്ടും പൂവും ഒക്കെ കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് ഒട്ടും തന്നെ വെള്ളമില്ലാണ്ട് പൊടിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 1.5 ഗ്ലാസോളം വെള്ളവും ഒരു 2 ടേബിൾ സ്പൂണോളം തേയിലപ്പൊടിയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ വെട്ടി തിളപ്പിച്ച് നമ്മൾ എടുത്തിരിക്കുന്ന വെള്ളം പകുതിയാകത്തക്ക രീതിയിൽ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു ഡെക്കോഷൻ ഉപയോഗിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഹെയർ ഡൈ സെറ്റാക്കാനായിട്ട് പോകുന്നത്. ഇപ്പം ചെറിയ കുട്ടികളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട്, നല്ലപോലെ പേൻ ശല്യമോ മുടി കൊഴിച്ചിലോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ വെള്ളം ഉപയോഗിച്ച് ആഴ്ചയിൽ 1-2 പ്രാവശ്യം മുടി കഴുകിയാൽ പോലും നല്ലൊരു വ്യത്യാസമായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ തിളപ്പിച്ചെടുത്ത വെള്ളം ഒന്ന് അരിച്ച് എടുത്തിട്ടുണ്ട്. ഈ ഒരു വെള്ളത്തിലാണ് ഇന്നത്തെ നമ്മുടെ ഹെയർ ഡൈ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു ഇരുമ്പിൻ്റെ പാത്രത്തിലേക്ക് ആദ്യം ഒരു 2 ടേബിൾ സ്പൂണോളം ഹെന്ന പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പം ഗോദ്രേജാണ് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഇൻഡിഗോ പൗഡർ, നമ്മുടെ ഈ നീലാമരിയുടെ പൊടി ഉണ്ടല്ലോ, അതും കൂടെ എടുത്ത് നല്ല രീതിയിൽ ഈ 2 പൊടിയും ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഞാൻ വാങ്ങുന്ന നീലാമരിയുടെയും ഹെന്ന പൗഡറിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഡെക്കോഷൻ ഉപയോഗിച്ചിട്ട് നല്ല പോലെ കുറേശ്ശെയായിട്ട് ആ ഒരു പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് പേസ്റ്റ് പോലെ ഒട്ടും തന്നെ കട്ടകളില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഡൈയുടെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒലിച്ചിറങ്ങാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്ത് വെക്കാനായിട്ട്. ഇനി നമുക്കിത് അടച്ച് ഒരു രാത്രി സെറ്റാക്കാനായിട്ട് മാറ്റി വെക്കാം. രാവിലെ ഇത് തുറന്ന് നോക്കുമ്പം നല്ല കറുപ്പ് കളറിൽ തന്നെ നമുക്ക് കിട്ടും. കണ്ടില്ലേ, 7-8 മണിക്കൂർ കൊണ്ട് നമ്മുടെ ഹെയർ ഡൈ ഇവിടെ നല്ല കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതേ കളർ തന്നെ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്താലും കിട്ടും കേട്ടോ. ഒട്ടും തന്നെ എണ്ണമഴിക്കില്ലാത്ത മുടിയിലേക്ക് ഈ ഒരു ഡൈ അപ്ലൈ ചെയ്തതിന് ശേഷം 1/2 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് മൈൽഡായിട്ടുള്ള ഷാമ്പു കൊണ്ട് കഴുകി കളയാവുന്നതാണ്. ആഴ്ചയിൽ 2 പ്രാവശ്യം എന്ന കണക്കിന് ഒരു മാസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ എല്ലാ വെളുത്ത മുടിയും നല്ല പോലെ തന്നെ കറുപ്പ് കിട്ടും. ഞാനിപ്പം കുറച്ചെടുത്ത് കയ്യിൽ കാണിക്കുന്നില്ലേ, ഇതേ കളർ തന്നെ നമ്മുടെ മുടിക്കും കിട്ടും. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരുടെയും വീട്ടിലുള്ള തുളസി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് അടിപൊളിയായിട്ടുള്ള സൂത്രങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചത്. എല്ലാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളവ തന്നെയാണ്. ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തോളൂ. അതുപോലെ തന്നെ ഇതിൽ കാണിച്ചിട്ടുള്ള സൂത്രങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ് എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.